നമസ്തേ, ധന്യാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി എൻ്റെ എല്ലാ സ്ത്രീ സുഹൃത്തുക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ക്ഷീണം മാറ്റാൻ ഇതൊരു ബൗള് കഴിച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെച്ച് കഴിച്ചാൽ മതി. തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഉഷ്ണകാലത്ത് പാടത്ത് പണിക്ക് പോകുന്നവരൊക്കെ കയ്യിൽ കരുതുന്ന അല്ലെങ്കിൽ ധാരാളമായി കൺസ്യൂം ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. 4 പേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ഒരളവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേഗം വീഡിയോയിലോട്ട് പോകാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് ആദ്യം വേണ്ടത് റാഗിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ. ഇത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അല്ലാത്തവരൊന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. ചിലപ്പം റോസ്റ്റ് ചെയ്ത റാഗിപ്പൊടിയും വാങ്ങാൻ കിട്ടും. എന്തിനാ റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലുള്ള മാൾട്ടിൻ്റെ ആ ടേസ്റ്റും സ്മെല്ലും ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് തൈര് ഒരു 250 ml. ഞാൻ കുറച്ച് കട്ടിയുള്ള ഇളം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അധികം പുളിയുള്ളത് എടുക്കരുത്. ഇനി വേണ്ടത് വല്യുള്ളി നറുക്കായിട്ട് അരിഞ്ഞത് ഒരു കപ്പ്, ഒരു 250 ഗ്രാം വരും കേട്ടോ, 250 അടുത്ത് വരും. കൊഴുപ്പുള്ള കഞ്ഞിക്കിടയ്ക്ക് ഒരു നല്ല രസമുള്ളൊരു ക്രഞ്ച് തരും അത്. ഇനി വേണ്ടത് മല്ലിയില ഒരു വലിയ 2 നുള്ള്. ഇനി ഞാൻ എരിവുള്ള 2-3 പച്ചമുളക് അരിഞ്ഞ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പച്ചമുളക് ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് എരിവിറങ്ങാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞിട്ടൊന്ന് ചതച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതാകെ ഇത്ര എക്സ്ട്രാ ഇൻഗ്രീഡിയൻസേ വരുന്നുള്ളൂ. അത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. കുക്കിംഗ് തുടങ്ങാം. അതിന് കുറച്ച് വെള്ളവും കൂടെ വേണം. ഇതൊന്ന് കുക്ക് ചെയ്യാൻ, റാഗിപ്പൊടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ നമുക്കിഷ്ടത്തിനനുസരിച്ചുള്ള തിക്നെസ് വരുത്താൻ വേണ്ടിയിട്ടുമാണ്, കൺസിസ്റ്റൻസി വരുത്താൻ വേണ്ടിയിട്ടുമാണ് വെള്ളം ചേർക്കുന്നത്. ആദ്യം 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി 250 വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഇളക്കി ഒരു സ്ലറി ആയിട്ട് വെക്കണം. എന്തിനാണ് 250 ml എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നീട് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാനാണ്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുത്താൽ അതിൻ്റെ തിക്നെസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു പാനിൽ 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇപ്പം മനസ്സിലായില്ലേ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ എടുത്തിരിക്കുന്നതെന്ന്? 250 ml സ്ലറിക്ക് 1 ലിറ്റർ വെള്ളം, 1:4. ഈ സമയത്ത് തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ഇപ്പം ഇതാ വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ റാഗി സ്ലറി ചേർക്കാൻ പോവാണ്. ചേർക്കുന്നതിന് മുന്നേ തീ ലോയിലേക്ക് വെക്കാം, ഇല്ലെങ്കിൽ സ്ലറി ചേർത്ത ഉടനെ അത് പെട്ടെന്ന് കട്ടിയായി പോകും. ഇതിപ്പോൾ സ്ലറി ചേർത്ത പാടെ തന്നെ തവി വെച്ചിട്ട് നന്നായിട്ട് സ്പീഡിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവുന്നത് കണ്ടില്ലേ? ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നിർത്തേണ്ട പാകം കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ പാകത്തിന് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അതൊന്നും തണിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഇതൊന്ന് തണിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്നാലും ഈ കുക്ക് ചെയ്ത പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കട്ടയില്ലാതെ നമ്മൾ അടിച്ചു വെച്ച നല്ല ക്രീമി ടെക്സ്ചറിലുള്ള തൈരാണ്. റാഗി കുറുക്കിയതും തൈരും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം നന്നായിട്ട് റാഗിയും തൈരും ഒക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്തു, മല്ലിയില ചേർത്തു, പച്ചമുളക് ചതച്ചു വെച്ചത് ചേർത്തു. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ റാഗി കൂഴ് റെഡിയാണ്. ഇതിൻ്റെ കൂടെ സാധാരണ അവർ കഴിക്കാറ് അച്ചാറാണ്. നല്ല പുളിപ്പുള്ള മാങ്ങയുടെയോ അങ്ങനെയുള്ള പുളിപ്പുള്ള അച്ചാറാണ് ഇതിൻ്റെ കൂടെ ഞാനിവിടെയും സെർവ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റാഗി കൂഴ്, റാഗി കഞ്ഞി
രാവിലെ ഓഫീസിലേക്കോ സ്കൂളിലേക്കോ പോകുന്നതിന് മുന്നേ കഴിക്കാം, കുട്ടികൾക്ക് നല്ലതാണ്. അതല്ലാതെ 11 മണിക്ക് ഓഫീസിലേക്ക് കഴിക്കാൻ വേണ്ടി 11 മണിക്ക് വേണ്ടി ക്യാരി ചെയ്യാം, നൈറ്റ് ഡിന്നർ ടൈമിന് കഴിക്കാം. എങ്ങനെയായാലും ഇത് വളരെ കംഫർട്ടിംഗ് ആണ്. വയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റോ മസാലയോ ഒന്നും അതിനില്ല. ഒന്ന് എന്തായാലും കഴിച്ചു നോക്കണം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസ് കൂടുതലായിട്ട് ആഡ് ചെയ്യാം, പക്ഷേ ഇത് ഇത്ര ബേസിക് ആയിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കണം കേട്ടോ. അതെങ്ങനെ ഗ്ലാസ്സിലൊഴിച്ച് കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ലൂസാക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും ഒരു ദിവസം വീട്ടിലുണ്ടാക്കി നോക്കി കഴിച്ചിട്ട് പറയണേ. പിന്നെ ആരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാനും മറക്കരുത് കേട്ടോ.